26/10/25 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 15/10/2007 മധുബൻ. സംഗമയുഗത്തിലെ ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കുന്നതിനു വേണ്ടി സർവഭാരവും ബന്ധനവും ബാബയ്ക്ക് നൽകി ഡബിൾ ലൈറ്റ് ആകൂ. ഇന്ന് വിശ്വരചയിതാവായ ബാബ്ദാദ തൻ്റെ ആദ്യ രചനയായ അതിലൗലിയും ലക്കിയുമായ കുട്ടികളുമായി കൂടിക്കാഴ്ചയുടെ മേള ആഘോഷിക്കുകയാണ്. പല കുട്ടികളും മുന്നിലുണ്ട്, നയനങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നു. 4 ഭാഗത്തുമുള്ള പല കുട്ടികളും ഹൃദയത്തിൽ അലിഞ്ഞിരിക്കുകയാണ്. ബാബ്ദാദ ഓരോ കുട്ടിയുടെയും മസ്തകത്തിൽ 3 ഭാഗ്യത്തിൻ്റെ 3 നക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗ്യമാണ് ബാബ്ദാദയുടെ ശ്രേഷ്ഠ പാലനയുടേത്. രണ്ടാമത്തേതാണ് ശിക്ഷകനിലൂടെ പഠനത്തിൻ്റേത്. മൂന്നാമത്തേതാണ് സദ്ഗുരുവിലൂടെ സർവ വരദാനങ്ങളുടെയും തിളങ്ങുന്ന നക്ഷത്രം. നിങ്ങളേവരും തൻ്റെ മസ്തകത്തിൽ തിളങ്ങുന്ന നക്ഷത്രം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. സർവസംബന്ധങ്ങളും ബാബ്ദാദയോട് ഉണ്ട്. എന്നിരുന്നാലും ജീവിതത്തിൽ ഈ 3 സംബന്ധങ്ങൾ ആവശ്യമാണ്. നിങ്ങളെല്ലാ സിഖിലതെ ഓമനകളായ കുട്ടികൾക്കും സഹജമായി തന്നെ പ്രാപ്തമായിരിക്കുകയാണല്ലോ. ലഹരിയുണ്ടല്ലോ. ഹൃദയത്തിൽ ഗീതം പാടിക്കൊണ്ടിരിക്കുകയാണല്ലോ. ആഹാ ബാബ, ആഹാ ആഹാ ശിക്ഷകൻ, ആഹാ ആഹാ സദ്ഗുരു, ആഹാ. ലോകത്തുള്ളവരാണെങ്കിൽ ലൗകിക ഗുരു ആരെയാണോ മഹാൻ ആത്മാവ് എന്ന് പറയുന്നത്, അവരിലൂടെ ഒരു വരദാനം നേടുന്നതിനു വേണ്ടി പോലും എത്ര പ്രയത്നിക്കുന്നു. താങ്കളെ ബാബ ജന്മമെടുത്തപ്പോൾ തന്നെ സഹജ വരദാനങ്ങൾ കൊണ്ട് സമ്പന്നമാക്കി. ഇത്രയും ശ്രേഷ്ഠ ഭാഗ്യം സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിരുന്നുവോ? ഭഗവാനാകുന്ന ബാബ നമ്മുടെ മേൽ ഇത്രയും ബലിയർപ്പണമാകും എന്ന്. ഭക്തർ ഭഗവാന്റെ ഗീതം പാടുന്നു. ഭഗവാനാകുന്ന ബാബ ആരുടെ ഗീതമാണ് പാടുന്നത്? നിങ്ങൾ ലക്കി കുട്ടികളുടെ. ഇപ്പോഴും താങ്കൾ ഏവരും ഭിന്ന ഭിന്ന ദേശങ്ങളിൽ നിന്നും ഏത് വിമാനത്തിലാണ് വന്നിരിക്കുന്നത്? സ്ഥൂല വിമാനങ്ങളിലാണോ അതോ പരമാത്മാ സ്നേഹത്തിൻ്റെ വിമാനത്തിൽ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേർന്നിരിക്കുകയാണോ? പരമാത്മാ വിമാനം എത്ര സഹജമായി കൊണ്ടുവരുന്നു, ഒരു പ്രയാസവുമില്ല. അപ്പോൾ എല്ലാവരും പരമാത്മാ സ്നേഹത്തിൻ്റെ വിമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ആശംസകൾ, ആശംസകൾ, ആശംസകൾ. ബാബ്ദാദ ഓരോ കുട്ടിയെയും കണ്ട് ആദ്യമായി വന്നവരായാലും വളരെ കാലമായി വന്നുകൊണ്ടിരിക്കുന്നവരായാലും ബാബ്ദാദ ഓരോരോ കുട്ടിയുടെ വിശേഷതയെ അറിയുന്നു. ബാബ്ദാദയുടെ ഏതൊരു കുട്ടിയും ചെറിയവരായാലും വലിയവരായാലും മഹാവീരനായാലും പുരുഷാർത്ഥിയായാലും ഓരോ കുട്ടിയും സിഖിലതയാണ്, അതായത് സ്നേഹപൂർവം തിരിച്ചു കിട്ടിയവരാണ്. എന്തുകൊണ്ട്? താങ്കൾ ബാബയെ അന്വേഷിച്ചു, ലഭിച്ചില്ല. എന്നാൽ ബാബ്ദാദ തൻ്റെ ഓരോ കുട്ടിയെയും വളരെ സ്നേഹത്തോടെ, വാത്സല്യത്തോടെ, സ്നേഹത്തോടെ ഓരോ കോണിൽ നിന്നും അന്വേഷിച്ചു. അപ്പോൾ സ്നേഹമുണ്ട്, അതിനാലാണ് അന്വേഷിച്ചത്. കാരണം ബാബയ്ക്കറിയാം, ഒരു വിശേഷതയുമില്ലാത്ത എൻ്റെ ഒരു കുട്ടി പോലുമില്ല. ഏതെങ്കിലും വിശേഷത തന്നെയാണ് കൊണ്ടുവന്നത്. ഏറ്റവും കുറഞ്ഞത് ഗുപ്തരൂപത്തിൽ വന്ന ബാബയെ തിരിച്ചറിഞ്ഞു. എൻ്റെ ബാബ എന്ന് പറഞ്ഞു. എല്ലാവരും പറയുന്നുണ്ടല്ലോ എൻ്റെ ബാബ എന്ന്. അല്ല, നിൻ്റെ ബാബ എന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എൻ്റെ ബാബ എന്നാണ് പറയുന്നത്. അപ്പോൾ വിശിഷ്ടമാണല്ലോ. ഇത്രയും വലിയ വലിയ ശാസ്ത്രജ്ഞന്മാർക്ക്, വലിയ വലിയ VIP-ക്ക് തിരിച്ചറിയാൻ സാധിച്ചില്ല.
എന്നാൽ നിങ്ങൾ ഏവരും തിരിച്ചറിഞ്ഞില്ലേ? തൻ്റേതാക്കി മാറ്റിയല്ലോ. അപ്പോൾ ബാബയും തൻ്റേതാക്കി മാറ്റി. ഈ സന്തോഷത്തിൽ പാലിക്കപ്പെട്ടുകൊണ്ട് പറന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പറന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുകയല്ല, പറന്നുകൊണ്ടിരിക്കുന്നു. കാരണം നടക്കുന്നവർക്ക് ബാബയോടൊപ്പം തൻ്റെ വീട്ടിലേക്ക് പോകാൻ സാധിക്കില്ല. കാരണം ബാബ പറക്കുന്നവനാണ്. അപ്പോൾ നടക്കുന്നവർ എങ്ങനെ ഒപ്പം എത്തിച്ചേരും? അതിനാൽ ബാബ എല്ലാ കുട്ടികൾക്കും എന്ത് വരദാനമാണ് നൽകുന്നത്? ഫരിഷ്ത സ്വരൂപ് ഭവ. ഫരിഷ്ത പറക്കുന്നു, നടക്കുകയല്ല, പറക്കുന്നു. അപ്പോൾ നിങ്ങളേവരും പറക്കുന്ന കലയിലുള്ളവരാണല്ലോ. ആരാണോ പറക്കുന്ന കലയിലുള്ളവർ അവർ കൈ ഉയർത്തു. അതോ ഇടയ്ക്ക് നടക്കുന്ന കലയും ഇടയ്ക്ക് പറക്കുന്ന കലയുമാണ്? അല്ലല്ലോ, സദാ പറക്കുന്നവരും ഡബിൾ ലൈറ്റുമാണല്ലോ. എന്തുകൊണ്ട്? ചിന്തിക്കൂ. ബാബ നിങ്ങളേവരിൽ നിന്നും ഗ്യാരണ്ടി വാങ്ങിയിരിക്കുകയാണ്. ഏതെങ്കിലും പ്രകാരത്തിലുള്ള എന്തെങ്കിലും ഭാരം അഥവാ മനസ്സിലോ ബുദ്ധിയിലോ ഉണ്ടെങ്കിൽ ബാബയ്ക്ക് നൽകൂ. ബാബ എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാബയ്ക്ക് ഭാരം നൽകിയോ? അതോ കുറച്ചൊക്കെ സൂക്ഷിച്ച് വച്ചിരിക്കുകയാണോ? എടുക്കുന്നവൻ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നിരിക്കെ ഭാരം നൽകുന്നതിലും ചിന്തിക്കുന്നതിൻ്റെ കാര്യമുണ്ടോ? അതോ ഭാരം സൂക്ഷിക്കുന്നതിൻ്റെ 63 ജന്മത്തിൻ്റെ ശീലമുണ്ടോ? അപ്പോൾ ചില കുട്ടികൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നു, ആഗ്രഹിക്കുന്നില്ല, എന്നാൽ ശീലം കാരണം നിർബന്ധിതമാകുന്നു. ഇപ്പോഴാണെങ്കിൽ നിർബന്ധിതരല്ലല്ലോ. നിർബന്ധിതരാണോ അതോ ശക്തിശാലിയാണോ? ഒരിക്കലും നിർബന്ധിതരാകരുത്. ശക്തിശാലിയാണ്. ശക്തികൾ ശക്തമാണോ അതോ നിസ്സഹായമാണോ? ശക്തമാണല്ലോ. ഭാരം വയ്ക്കുന്നത് നല്ലതായി തോന്നുന്നുവോ? ഭാരത്തോട് ഹൃദയം ചേർന്നുവോ? ഉപേക്ഷിക്കൂ. ഉപേക്ഷിച്ചാൽ മുക്തമാകാം. ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ മുക്തമാകുന്നില്ല. മുക്തമാകാനുള്ള ഉപാധിയാണ് ദൃഢസങ്കല്പം. പല കുട്ടികളും പറയുന്നു, ദൃഢസങ്കല്പം എടുക്കുന്നുണ്ട്. എന്നാൽ കാരണമെന്താണ്? ദൃഢസങ്കല്പം എടുക്കുന്നു, എന്നാൽ ചെയ്ത ദൃഢസങ്കല്പത്തെ റിവൈസ് ചെയ്യുന്നില്ല. വീണ്ടും വീണ്ടും മനസ്സുകൊണ്ട് റിവൈസ് ചെയ്യൂ, റിയലൈസ് ചെയ്യൂ. ഭാരം എന്താണ്? ഡബിൾ ലൈറ്റിൻ്റെ അനുഭവം എന്താണ്? റിയലൈസേഷൻ്റെ കോഴ്സ് ഇപ്പോൾ കൂടുതൽ അണ്ടർലൈൻ ചെയ്യൂ. പറയുന്നതും ചിന്തിക്കുന്നതും ഇത് ചെയ്യുന്നുണ്ട്, എന്നാൽ ഹൃദയം കൊണ്ട് റിയലൈസ് ചെയ്യൂ. ഭാരം എന്താണ്? ഡബിൾ ലൈറ്റ് എന്താണ്? വ്യത്യാസം മുന്നിൽ വയ്ക്കൂ. കാരണം ബാബ് ദാദ ഇപ്പോൾ സമയത്തിൻ്റെ സമീപതയനുസരിച്ച് ഓരോ കുട്ടിയിലും എന്ത് കാണുവാൻ ആഗ്രഹിക്കുന്നു? എന്ത് പറയുന്നുവോ അത് ചെയ്ത് കാണിക്കണം. എന്ത് ചിന്തിക്കുന്നുവോ അത് സ്വരൂപത്തിൽ കൊണ്ടുവരണം. കാരണം ബാബയുടെ സമ്പത്താണ്, ജന്മസിദ്ധ അധികാരമാണ്, മുക്തിയും ജീവൻ മുക്തിയും. എല്ലാവർക്കും ഇതിൻ്റെ ക്ഷണവും നൽകുന്നുണ്ടല്ലോ. വന്ന് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്ത് പ്രാപ്തമാക്കൂ എന്ന്. അപ്പോൾ സ്വയം തന്നോട് ചോദിക്കൂ, മുക്തിധാമത്തിൽ മുക്തിയുടെ അനുഭവം ചെയ്യണമോ അതോ സത്യയുഗത്തിൽ ജീവൻ മുക്തിയുടെ അനുഭവം ചെയ്യണമോ? അതോ ഇപ്പോൾ സംഗമയുഗത്തിൽ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സംസ്കാരം ഉണ്ടാക്കണമോ? കാരണം താങ്കൾ പറയുന്നു, നമ്മളിപ്പോൾ നമ്മുടെ ഈശ്വരീയ സംസ്കാരത്തിലൂടെ ദൈവിക ലോകം ഉണ്ടാക്കുന്നവരാണ്. തൻ്റെ സംസ്കാരത്തിലൂടെ പുതിയ ലോകം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ ഇപ്പോൾ സംഗമത്തിൽ തന്നെയാണല്ലോ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സംസ്കാരം എമർജായിരിക്കേണ്ടത്. അപ്പോൾ ചെക്ക് ചെയ്യൂ, സർവ ബന്ധനങ്ങളിൽ നിന്നും
മനസ്സും ബുദ്ധിയും മുക്തമായോ? കാരണം ബ്രാഹ്മണ ജീവിതത്തിൽ പാസ്റ്റ് ലൈഫിലെ ബന്ധനമായ പല കാര്യങ്ങളിൽ നിന്നും മുക്തമായി കഴിഞ്ഞു. എന്നാൽ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തമാണോ? അതോ ഏതെങ്കിലും ബന്ധനം ഇപ്പോഴും അതിൻ്റെ ബന്ധനത്തിൽ ബന്ധിക്കുന്നില്ലല്ലോ? ഈ ബ്രാഹ്മണ ജീവിതത്തിൽ മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും അനുഭവം ചെയ്യുന്നത് തന്നെയാണ് ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠത. കാരണം സത്യയുഗത്തിൽ ജീവൻ മുക്തം, ജീവൻ ബന്ധനം രണ്ടിൻ്റെയും ജ്ഞാനം ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ അനുഭവിക്കാൻ സാധിക്കും ജീവൻ ബന്ധനം എന്താണ്, ജീവൻ മുക്തം എന്താണ്. കാരണം നിങ്ങളേവരുടെയും വാഗ്ദാനമാണ്. അനേകം തവണ വാഗ്ദാനം ചെയ്തു. എന്ത് വാഗ്ദാനമാണ് ചെയ്യുന്നത് ഓർമ്മയുണ്ടോ? താങ്കളുടെ ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് ആരോട് ചോദിച്ചാലും എന്തുത്തരം നൽകുന്നു? ബാബയ്ക്ക് സമാനം ആകണം. ഉറപ്പാണല്ലോ. ബാബയ്ക്ക് സമാനം ആകണമല്ലോ. അതോ കുറച്ചൊക്കെ ആകണമോ? സമാനം ആകണമല്ലോ. സമാനം ആകണമോ അതോ കുറച്ചെങ്കിലും ആയാൽ മതി എന്നാണോ? മതിയോ? അതിനെ സമാനം എന്ന് പറയുകയില്ലല്ലോ. അപ്പോൾ ബാബ മുക്തമാണോ അതോ ബന്ധനമുണ്ടോ? അഥവാ ഏതെങ്കിലും പ്രകാരത്തിലുള്ള ദേഹത്തിൻ്റെയോ ഏതെങ്കിലും ദേഹത്തിൻ്റെ സംബന്ധങ്ങളായ മാതാ, പിതാ, ബന്ധു, സഖാവല്ല ദേഹത്തോടൊപ്പം ഏതെല്ലാം കർമ്മേന്ദ്രിയങ്ങളുടെ സംബന്ധമുണ്ടോ ആ ഏതെങ്കിലും കർമ്മേന്ദ്രിയങ്ങളുടെ സംബന്ധത്തിൻ്റെ ബന്ധനമുണ്ടെങ്കിൽ, ശീലം ഉണ്ടെങ്കിൽ, ശീലത്തിൻ്റെ ബന്ധനമുണ്ടെങ്കിൽ, സ്വഭാവത്തിൻ്റെ ബന്ധനമുണ്ടെങ്കിൽ, പഴയ സംസ്കാരത്തിൻ്റെ ബന്ധനമുണ്ടെങ്കിൽ ബാബ് സമാൻ എങ്ങനെയാണ് ആവുക? ദിവസവും വാഗ്ദാനം ചെയ്യുന്നു ബാബയ്ക്ക് സമാനം ആവുക തന്നെ വേണം എന്ന്. കൈ ഉയർത്തിക്കുമ്പോൾ എല്ലാവരും എന്താണ് പറയുന്നത്? ലക്ഷ്മി നാരായണൻ ആകണം എന്ന്. ബാബ്ദാദയ്ക്ക് സന്തോഷം ഉണ്ടാകുന്നു. വളരെ നല്ല നല്ല വാഗ്ദാനം നടത്തുന്നു. എന്നാൽ വാഗ്ദാനത്തിൻ്റെ നേട്ടം എടുക്കുന്നില്ല. വാഗ്ദാനത്തിൻ്റെയും നേട്ടത്തിൻ്റെയും ബാലൻസ് അറിയുന്നില്ല. വാഗ്ദാനങ്ങളുടെ ഫയൽ ബാബ്ദാദയുടെ അടുക്കൽ വളരെ 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 വലുതാണ്. എല്ലാവരുടെയും ഫയൽ ഉണ്ട്. അതേപോലെ തന്നെ നേട്ടത്തിൻ്റെയും ഫയൽ ഉണ്ടാകണം, ബാലൻസ് ഉണ്ടാകണം. അപ്പോൾ എത്ര നല്ലതായി തോന്നും. ഈ സെൻറ്റേഴ്സിലെ ടീച്ചേഴ്സ് ഇരിക്കുകയാണല്ലോ. ഇതും സെൻറ്റർ നിവാസികളാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ സമാനം ആകുന്നവരായല്ലോ. സെൻറ്റർ നിവാസികളായ നിമിത്തമായിരിക്കുന്ന കുട്ടികൾ സമാനം ആയിരിക്കണമല്ലോ. അങ്ങനെയാണ്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് അല്പം വികൃതി ഉണ്ടാകുന്നു. ബാബ്ദാദ ആണെങ്കിൽ എല്ലാ കുട്ടികളുടെയും മുഴുവൻ ദിവസത്തെ അവസ്ഥയും പെരുമാറ്റ രീതിയും രണ്ടും നോക്കിക്കൊണ്ടിരിക്കുന്നു. താങ്കളുടെ ദാദിയും വദനത്തിൽ ഉണ്ടായിരുന്നുവല്ലോ. അപ്പോൾ ദാദിയും നോക്കുന്നുണ്ടായിരുന്നു. എന്ത് പറയുമായിരുന്നു അറിയാമോ? ഇങ്ങനെ പറയുമായിരുന്നു, ബാബ ഇങ്ങനെയും ഉണ്ടോ? ഇങ്ങനെ നടക്കുന്നുണ്ടോ? ഇങ്ങനെ ചെയ്യുന്നുണ്ടോ? അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണോ? താങ്കളുടെ ദാദി എന്താണ് കണ്ടത് എന്ന് കേട്ടുവോ? ഇപ്പോൾ ബാബ്ദാദ ഇത് കാണുവാൻ ആഗ്രഹിക്കുന്നു. ഓരോരോ കുട്ടിയും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും സമ്പത്തിൻ്റെ അധികാരിയാകണം. കാരണം സമ്പത്ത് ഇപ്പോഴാണ് ലഭിക്കുന്നത്. സത്യയുഗത്തിലാണെങ്കിൽ നാച്ചുറൽ ലൈഫ് ആയിരിക്കും ഇപ്പോഴത്തെ അഭ്യാസത്തിൻ്റെ നാച്ചുറൽ ലൈഫ്. എന്നാൽ സമ്പത്തിൻ്റെ അധികാരം ഇപ്പോഴുള്ള സംഗമത്തിലാണുള്ളത്. അതിനാൽ ബാബ്ദാദ ഇത് ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും സ്വയം ചെക്ക് ചെയ്യൂ. അഥവാ ഏതെങ്കിലും ബന്ധനം വലിക്കുന്നുവെങ്കിൽ കാരണം ചിന്തിക്കൂ. കാരണം ചിന്തിക്കൂ. കാരണത്തോടൊപ്പം നിവാരണവും ചിന്തിക്കൂ. നിവാരണം ബാബ്ദാദ അനേകം തവണ ഭിന്ന ഭിന്ന രൂപങ്ങളിലൂടെ നൽകിയിട്ടുണ്ട്.
സർവശക്തികളുടെയും വരദാനം നൽകിയിട്ടുണ്ട്. സർവഗുണങ്ങളുടെയും ഖജനാവ് നൽകിയിട്ടുണ്ട്. ഖജനാവിനെ യൂസ് ചെയ്യുന്നതിലൂടെ ഖജനാവ് വർദ്ധിക്കുന്നു. ഖജനാവ് സർവരുടെയും പക്കലുണ്ട്. ബാബ്ദാദ കണ്ടു. ഓരോരുത്തരുടെയും സ്റ്റോക്കും നോക്കുന്നു. ബുദ്ധിയാണ് സ്റ്റോക്ക് റൂം. അപ്പോൾ ബാബ്ദാദ എല്ലാവരുടെയും സ്റ്റോക്ക് കണ്ടു. സ്റ്റോക്കിൽ ഉണ്ട്, എന്നാൽ ഖജനാവിനെ വേണ്ട സമയത്ത് യൂസ് ചെയ്യുന്നില്ല. കേവലം പോയിന്റിൻ്റെ രൂപത്തിൽ ചിന്തിക്കുന്നു. അതെ, ഇത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യണം. പോയിന്റിൻ്റെ രൂപത്തിൽ യൂസ് ചെയ്യുന്നു, ചിന്തിക്കുന്നു. എന്നാൽ പോയിന്റ് ആയി പോയിന്റിനെ യൂസ് ചെയ്യുന്നില്ല. അതിനാൽ പോയിന്റ് അവശേഷിക്കുന്നു. പോയിന്റായി യൂസ് ചെയ്യുമെങ്കിൽ നിവാരണം ഉണ്ടാകും. ഇത് ചെയ്യുവാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യുന്നു, പിന്നെ മറക്കുകയും ചെയ്യുന്നു. പറയുന്നതിനോടൊപ്പം മറക്കുകയും ചെയ്യുന്നു. ഇത്രയും സഹജമായ വിധി കേൾപ്പിച്ചു. കേവലം സംഗമയുഗത്തിൽ കേവലം ഉള്ളത് തന്നെ ബിന്ദുവിൻ്റെ അതിശയമാണ്. ബിന്ദുവിനെ യൂസ് ചെയ്യൂ, ഇത്രമാത്രം. മറ്റൊരു മാത്രയുടെയും ആവശ്യകത ഇല്ല. 3 ബിന്ദുവിനെ യൂസ് ചെയ്യൂ. ആത്മാ ബിന്ദു, ബാബ ബിന്ദു, ഡ്രാമ ബിന്ദു. 3 ബിന്ദു യൂസ് ചെയ്തുകൊണ്ടിരിക്കൂ. അപ്പോൾ ബാബയ്ക്ക് സമാനം ആകുന്നതിൽ ഒരു പ്രയാസവുമില്ല. ബിന്ദു ഇടുവാൻ ആഗ്രഹിക്കുമ്പോൾ ഇടുന്ന സമയത്ത് കൈ കുലുങ്ങുകയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് ആയി പോകുന്നു, അല്ലെങ്കിൽ ആശ്ചര്യത്തിൻ്റെ രേഖയായി മാറുന്നു. അവിടെ കൈ കുലുങ്ങുന്നു, ഇവിടെ ബുദ്ധി കുലുങ്ങുന്നു. ഇല്ലെങ്കിൽ പിന്നെ 3 ബിന്ദുവിനെ സ്മൃതിയിൽ വയ്ക്കുന്നത് പ്രയാസമാണോ? ബാബ്ദാദ രണ്ടാമത്തെയും സഹജയുക്തി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് എന്താണ്? ആശീർവാദം നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. ശരി, യോഗം ശക്തിശാലിയായി തോന്നുന്നില്ല. ധാരണകൾ അല്പം കുറവാണ്. പ്രഭാഷണം നടത്തുന്നതിൻ്റെ ധൈര്യമില്ല. പക്ഷേ ആശീർവാദങ്ങൾ നൽകുകയും ആശീർവാദങ്ങൾ നേടുകയും ചെയ്യൂ. ഒരേ ഒരു കാര്യം ചെയ്യൂ. മറ്റെല്ലാം വിട്ടേക്കൂ. ഒരു കാര്യം ചെയ്യൂ. ആശീർവാദങ്ങൾ നേടണം, ആശീർവാദങ്ങൾ നൽകണം. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, ആര് എന്തു തന്നെ നൽകിക്കൊള്ളട്ടെ, എന്നാൽ എനിക്ക് ആശീർവാദങ്ങൾ നൽകണം, നേടണം. ഒരു കാര്യം ഉറപ്പിക്കൂ, ഇതിൽ എല്ലാം വരും. അഥവാ ആശീർവാദങ്ങൾ നൽകുകയും ആശീർവാദങ്ങൾ നേടുകയുമാണെങ്കിൽ എന്താ ഇതിൽ ശക്തികളും ഗുണവും വരില്ലേ? ഓട്ടോമാറ്റിക്കലി വരുമല്ലോ. ഒരേ ഒരു ലക്ഷ്യം വയ്ക്കൂ, ചെയ്തു നോക്കൂ. ഒരു ദിവസം അഭ്യസിച്ചു നോക്കൂ, പിന്നെ 7 ദിവസം ചെയ്തു നോക്കൂ. ശരി, മറ്റു കാര്യങ്ങൾ ബുദ്ധിയിൽ വരുന്നില്ല. ഒന്ന് വരും. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, എന്നാൽ ആശീർവാദങ്ങൾ നൽകുകയും നേടുകയും വേണം. അപ്പോൾ ചെയ്യാൻ സാധിക്കുമോ അതോ ഇല്ലയോ? ചെയ്യുവാൻ സാധിക്കുമോ? ശരി, എപ്പോൾ പോയാലും ഈ ട്രയൽ നടത്തണം. ഇതിൽ എല്ലാവരും യോഗയുക്തം സ്വതവേ തന്നെയാകും. കാരണം വേസ്റ്റ് കർമ്മം ചെയ്യുകയില്ലെങ്കിൽ യോഗയുക്തം ആവുക തന്നെ ചെയ്യുമല്ലോ. എന്നാൽ ലക്ഷ്യം വയ്ക്കൂ, ആശീർവാദം നൽകണം, ആശീർവാദം നേടണം. ആര് എന്തും നൽകിക്കൊള്ളട്ടെ, ശാപവും ലഭിക്കും, ക്രോധവാക്കാര്യങ്ങളും വരും. കാരണം വാഗ്ദാനം ചെയ്യുമല്ലോ. ഇവർ വാഗ്ദാനം ചെയ്യും എന്ന് മായയും കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതും തൻ്റെ കാര്യം ചെയ്യുമല്ലോ. എപ്പോഴാണോ മായാജീത്തായി മാറുന്നത് പിന്നെ ചെയ്യുകയില്ല. ഇപ്പോഴാണെങ്കിൽ മായാജീത്ത് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അത് അതിൻ്റെ കാര്യം ചെയ്യും. എന്നാൽ എനിക്ക് ആശീർവാദം നൽകണം, ആശീർവാദം നേടണം. സാധ്യമാണോ? ആര് സാധ്യമാണ് എന്ന് പറയുന്നുവോ അവർ കൈ ഉയർത്തൂ. ശരി, ശക്തികൾ കൈ ഉയർത്തൂ.
ശരി, സാധ്യമാണോ? എല്ലാ ഭാഗത്തെയും ടീച്ചേഴ്സ് വന്നിരിക്കുകയാണല്ലോ. അപ്പോൾ എപ്പോഴാണോ താങ്കൾ തൻ്റെ ദേശത്തിലേക്ക് പോകുന്നത്, അപ്പോൾ ആദ്യം എല്ലാവരും ഒരാഴ്ച ഈ ഹോംവർക്ക് ചെയ്യണം, റിസൾട്ട് അയക്കുകയും വേണം. ക്ലാസ്സിൽ എത്ര ജനങ്ങളുണ്ട്, എത്ര മെമ്പേഴ്സ് ഉണ്ട്, എത്ര പേർ ഓക്കെയാണ്, എത്ര പേർ അല്പം അപക്വമാണ്, എത്ര പേർ പക്വമാണ്. അപ്പോൾ ഓക്കെയുടെ മധ്യത്തിൽ ലൈൻ വരയ്ക്കണം, ഇത്രമാത്രം. ഇങ്ങനെ സമാചാരം നൽകണം. ഇത്രയും പേർ ഓക്കെയാണ്, ഇത്രയും പേരുടെ ഓക്കെയിൽ വര വീണിരിക്കുകയാണ്. ഇതിൽ നോക്കൂ, ഡബിൾ ഫോറിനേഴ്സ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഡബിൾ കാര്യം ചെയ്യുമല്ലോ. ഒരാഴ്ചത്തെ റിസൾട്ട് അയക്കണം, പിന്നെ ബാബ്ദാദ നോക്കും. സഹജമാണല്ലോ, പ്രയാസമല്ലല്ലോ. മായ വരും. താങ്കൾ പറയും, ബാബ, എനിക്ക് മുൻപ് ഇങ്ങനെയുള്ള സങ്കല്പം ഒരിക്കലും വരുമായിരുന്നില്ല, ഇപ്പോൾ വന്നിരിക്കുന്നു. ഇതുണ്ടാകും. എന്നാൽ ദൃഢനിശ്ചയം ഉള്ളവരുടെ വിജയം നിശ്ചിതമാണ്. ദൃഢതയുടെ ഫലമാണ് സഫലത. സഫലത ഉണ്ടാകാത്തതിൻ്റെ കാരണം